ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്യാമ ടീച്ചർ പിന്നെ വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടെൻഡർ ടച്ച് എന്ന പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സാഷയുടെ കഥയൊക്കെ വായിച്ചതിന് ശേഷം ക്ലാസ് 3ലെ നെക്സ്റ്റ് പോയമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. ലെറ്റ്സ് ബി ഫ്രണ്ട്സ് എന്നാണ് ഈ പോയത്തിൻ്റെ പേര്. ഇത് എഴുതിയിരിക്കുന്നത് ജെസ്സി ഗ്രിംസും റോസാനി ആഡ്രിയനാണ് കൂടിയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റോസാനി ആൻഡ്രിയനും കൂടിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്ഥിരം ടീച്ചർ പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓണാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ പോയത്തിലേക്ക് കടന്നാലോ. അതിന് ടീച്ചർ പോയം വായിക്കാം, എല്ലാവരും കേട്ടിരിക്കുക, അതുപോലെ തന്നെ പാടി നോക്കുക കേട്ടോ. Let's be friends, let's play together, having fun all together, having fun all together. Let's be friends, let's play together, having fun all together, having fun all together. Your turn, then my turn. Let's share and say thank you. Your turn, then my turn. Sharing is caring, that's what we do. ഇവിടെ എന്താ അർത്ഥം വരുന്നത്? നമുക്ക് കൂട്ടുകൂടാം അല്ലേ. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. മേളിൽ കുറേ ഫ്രണ്ട്സിനെ കണ്ടോ, അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കളിക്കുന്നത്. നമുക്കൊക്കെ പ്ലേ ടൈം സ്കൂളിൽ കിട്ടുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് കളിക്കും അല്ലേ. അതുപോലെ ഇവർ ഒരുമിച്ചിരുന്ന് കളിക്കുകയാണ്. അപ്പോൾ അവർ പാടുന്ന പാട്ടാണ് ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗദർ, ഹാവിങ് ഫൺ ഓൾ ടുഗദർ അല്ലേ. ഇത് റിപ്പീറ്റ് 2 പ്രാവശ്യം വന്നേക്കുവാണ് വരി. നമുക്ക് വാ ഫ്രണ്ട്സ് ആവാം അല്ലേ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഫൺ ചെയ്ത് തമാശയൊക്കെ പറഞ്ഞിരുന്ന് കളിക്കാം. ടുഗദറിൻ്റെ അർത്ഥം ഒരുമിച്ച് കേട്ടോ. അപ്പോൾ അത് റിപ്പീറ്റ് 2 പ്രാവശ്യം വന്നേക്കുന്നുണ്ട്. താഴത്ത് നോക്കിയേ, യുവർ ടേൺ ദെൻ മൈ ടേൺ. ആദ്യം നിൻ്റെ ഊഴം, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഊഴം. ഇപ്പം നമ്മൾ എന്തെങ്കിലും കളിക്കുകയാണെങ്കിൽ പറയൂലേ, ആദ്യം നീ കളിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കളിക്കാം എന്ന് പറയൂലേ. അങ്ങനെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറഞ്ഞ് കളിക്കുകയാണല്ലേ. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത് അല്ലേ, നമ്മൾ കളിയൊക്കെ കളിച്ച് ഭയങ്കര ഉഷാറിലൊക്കെ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സോൺ പേപ്പർ സിസർ കളിച്ച് കഴിയുമ്പോൾ ചിലർക്കൊക്കെ വാശി അങ്ങോട്ട് കൂടും. അപ്പോൾ എന്ത് ചെയ്യും, ചില കള്ളത്തരങ്ങളൊക്കെ കാണിക്കും. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്, ഷെയറിങ് ആൻഡ് കെയറിങ് അല്ലേ. എപ്പോഴും നമ്മൾ ഷെയർ ചെയ്യണം, ഷെയറിങ്ങും അതിൻ്റെ കൂടെ കെയറിങ്ങും. നമ്മൾ അവരെ സംരക്ഷിക്കുകയും ചെയ്യണം അല്ലേ. നമ്മൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലും അബദ്ധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെയർ കെയറൊക്കെ ചെയ്ത് വേണം കളിക്കാൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഗെയിം കളിക്കാൻ പല ഗെയിമുകളുണ്ടല്ലേ. ഇതിന് തൊട്ട് താഴെയായിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കവിതയിൽ പറയുന്നത്. അത് ചെറിയ പോയാണ്. ഇത് എഴുതിയിരിക്കുന്നവരാണ് ജെസ്സി ഗ്രിംസ് ആണ് കേട്ടോ. അപ്പോൾ ഈ കവിതയിൽ ഇത്രയും കാര്യം പറയുന്നുള്ളൂ. ഗെയിം, പലതരം ഗെയിമുകളുണ്ട്. വാട്ട് ആർ ദ ഗെയിംസ് യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്? അതേ, നിങ്ങൾ എന്തൊക്കെ തരം ഗെയിമുകളാണ് നിങ്ങളുടെ കൂട്ടുകാരായിട്ട് കളിക്കാറ്? ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരുപാട് ഗെയിംസിൻ്റെ പേര് വന്നില്ലേ, അത് ഏതൊക്കെ ഗെയിംസാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിലൊരു വർക്കുണ്ടാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണ് അതിനെക്കുറിച്ച് എഴുതാനുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടി ടീച്ചർ ഒരു ചെറിയ നോട്ട് തരാം. നിങ്ങൾ കളിക്കുന്ന ഏതെങ്കിലും ഒരു ഗെയിമിൻ്റെ നോട്ട് തരാം. അത് സ്കൂളിലെ ഏതെങ്കിലും നോട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സിമിലാരിറ്റി വെച്ച് നിങ്ങളുടെ രീതിയിൽ എഴുതുക കേട്ടോ. ടീച്ചർ നോട്ട് അതേപോലെ തന്നെ നോക്കി എഴുതാതെ അത് വച്ചിട്ട് നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റുമോ എന്ന് ആലോചിച്ച് എഴുതണം കേട്ടോ. ചില വേർഡ്സൊക്കെ ടീച്ചറുടെ കോപ്പി അടിക്കാം, എന്നാലും കുഴപ്പമൊന്നുമില്ല. ചില വേർഡ്സ് കോപ്പി അടിച്ചാണ് നമ്മൾ വലിയ 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 വേർഡ്സിലേക്കൊക്കെ എഴുതേണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ടീച്ചർ തന്നിരിക്കുന്ന നോട്ട് എല്ലാവരും വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ രീതിയിൽ എഴുതുക കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന ഗെയിം വായിച്ചു നോക്കിക്കേ. ഇത് സൈമൺ സേസ് ആണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ വായിച്ചു തരുന്നില്ല. ഇതിൽ മൊത്തത്തിലൊരു കാര്യം പറയാം. 2 പ്ലെയേഴ്സ് അതിനകത്തുള്ളത്. അതിനകത്ത് ഒരാൾ സൈമണും മറ്റൊരാൾ സൈമണിൻ്റെ കാര്യങ്ങൾ, സൈമൺ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യുന്ന ഒരാളും. സൈമൺ പറയുമ്പോൾ ഞാൻ പറയുന്നു, അതായത് സൈമൺ സേസ് ടച്ച് യുവർ നോസ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ആൾ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നോസ് ടച്ച് ചെയ്യണം. അല്ലെങ്കിൽ ടച്ച് യുവർ ടോയ്സ് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ വിരലുകൾ ടച്ച് ചെയ്യണം. ഇത് സൈമൺ പറയാണ് ജമ്പ്
അപ്പ് ആൻഡ് ഡൗൺ എന്ന് സൈമൺ സേസ് പറയാതെ വെറുതെ ജമ്പ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഗെയിമിൽ നിന്ന് ഔട്ടായി പോകും. ഇതാണ് ഈ ഗെയിമിൻ്റെ ഒരു റൂൾ എന്ന് പറഞ്ഞത് കേട്ടോ. ഇത് ജസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ കളിക്കുന്ന കളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് വാക്കുകളൊക്കെ നിങ്ങൾ കോപ്പി അടിച്ച് നിങ്ങളുടേതായ രീതിയിൽ വേറൊരു ഗെയിം എഴുതില്ലേ എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.